ശാരികയുടെ ഫേവറേറ്റ് സോങ് ഏതാ? കൃഷ്ണ 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 രാധ കാമുക അതാണോ ഇപ്പത്തെ ഫേവറേറ്റ് സോങ്? എന്ത് ആഭാസത്തരമാണ് ശാരിക ഈ പറയുന്നത്? എന്ത് ആഭാസമാണോ ആ പാട്ട്? ആഭാസോ അല്ലേ? കൃഷ്ണൻ എന്താണ് മുണ്ട് മടക്കി കുത്തിവരാൻ കൃഷ്ണൻ ഗുണ്ടയാണെന്നാണോ ശാരിക പറയുന്നത്? ഓ അത് ശരി. അപ്പൊ നമ്മുടെ നാട്ടിൽ മുണ്ട് മടക്കി കുത്തിരൊക്കെ ഗുണ്ടകളാ അങ്ങനെയാ പറയപ്പെടുന്നത്. മഴവെള്ളം പൊങ്ങിയ നിങ്ങൾ കംസനെ മാമൻ എന്ന് വിളിക്കാൻ എന്ത് അധികാരമുണ്ട് ഇവിടെ? കംസൻ മാമനായ ആ സ്ഥാനത്തിരിക്കുന്ന സ്ഥലത്ത് മാമൻ എന്നല്ലാതെ പിന്നെ അച്ഛാന്ന് വിളിക്കാൻ പറ്റുമോ കംസനെ? എന്നാലും അത് ശരിയല്ല. തിരുവനന്തപുരത്തുകാരൻ മാത്രമാണ് മാമാന്ന് വിളിക്കുന്നത്. ആരാ പറഞ്ഞത്? മുഴുവൻ ആരാ പറഞ്ഞത്? TP ശാസ്ത്രി. ഞാൻ കേട്ടു. ഇത് വെള്ളത്തരമല്ല, ഇത് നിരൂപണം. പാട്ടിന്റെ നിരൂപണമാണത്. അതൊക്കെ ശില്പ നമ്മളൊക്കെ നിരൂപകന്മാരെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ നിരൂപകന്മാരെ നമ്മൾ ഭയങ്കര ആരാധന. പക്ഷെ ഇന്നത്തെ നിരൂപകന്മാരെ കാണുമ്പോഴല്ലോ സത്യം പറഞ്ഞ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. എന്തൊക്കെയാണ് അങ്ങേര് ആ റീൽസിൽ കിടന്ന് പറഞ്ഞു കൂട്ടിയത്? റീൽസിലൊരു പ്രസംഗം, അതിനൊരു കഷ്ണമാണല്ലോ നമ്മൾ കാണുന്നത്. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. എന്നിട്ടും അവൻ സോറി, അദ്ദേഹത്തെ ഞാൻ അങ്ങനെ പിടിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും അദ്ദേഹം ആ എഴുതിയ ആ ഒരു കലാകാരനെ, അത് എഴുതിയത് വിനായക് ശശികുമാർ. വിനായക് ശശികുമാർ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മ്ലേച്ഛമായിട്ട് ഒരു നിരൂപകൻ പറയുമ്പോൾ എല്ലാ സ്ഥലത്തിലും ബഹുമാനം. ഞങ്ങൾക്ക് കേട്ടിരിക്കുന്ന നിരൂപണം അങ്ങനെയാണ്, പ്രശംസ അല്ലെങ്കിൽ നിരൂപണ പ്രശംസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കും അങ്ങനെ ഒരു പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവർ പറയുന്ന ഭാഷ അത്രയ്ക്ക് മനോഹരമാണ്. ഇദ്ദേഹത്തിന്റെ ഭാഷ എന്തുവാണ് ഇന്നത്ത്? പിന്നെ അദ്ദേഹത്തിന് എന്ത് അധികാരം ഇരിക്കുന്നു ഈ വിനായക് ശശികുമാറിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്? അയാൾക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാം, അതിൽ തെറ്റില്ല. പക്ഷെ അത് പറയേണ്ട ഒരു രീതിയും. അതെ. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ മറ്റേ കിരീടം വെച്ചുകൊണ്ട് നടക്കരുത്, ഞാൻ നിരൂപകൻ എന്ന് പറയാൻ പാടില്ല. നിരൂപകന്മാർക്ക് എല്ലാ പാട്ടുകളെയും കീറി മുറിച്ച് അതിനെ അധിക്ഷേപിക്കാനുള്ള അധികാരമൊന്നും ആരും ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ ചോദിക്കുന്ന പോലെ താങ്കൾ ഈ പറഞ്ഞ പോലെ കംസന മാമ, അദ്ദേഹത്തിന് എങ്ങനെയാ പറയാൻ പറ്റുക തിരുവനന്തപുരത്തുകാരൻ മാത്രമാണ് മാമ? ഈ മാമനെ കല്യാണം കഴിക്കുന്ന ഒരു ആചാരം തമിഴ്നാട്ടിലുണ്ട്. പക്ഷെ അത് നമുക്കില്ല. പക്ഷെ കേരളത്തിലെ 14 ജില്ലകളുണ്ടെങ്കിൽ തിരുവനന്തപുരം അല്ലെന്നല്ല 14 ജില്ലകളിലെയും അമ്മയുടെ ആങ്ങളെയും മാമ എന്ന് തന്നെയാണ് വിളിക്കുക. ചില നാട്ടുകളിൽ വ്യത്യസ്തം ഉണ്ടാവായിരിക്കാം. എന്റെ നാട്ടില് മാമാന്നാണ് വിളിക്കുക. മാമ. നോർമലി നമ്മൾ അമ്മയുടെ ആംഗളമാര് ഫസ്റ്റ് കസിൻ ആയാലും സെക്കൻഡ് കസിൻസ് ആയാലും നമ്മൾ മാമാന്ന് തന്നെ വിളിക്കും മലയാളികൾ. ഇപ്പോഴാണ് അങ്കിൾ ആൻസ് എന്നൊക്കെ വന്നത്. ഇപ്പൊ പക്ഷെ ഇദ്ദേഹം എന്തർത്ഥത്തിലാണ്? അപ്പൊ അതിനകത്ത് പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭയങ്കര ആഴത്തിൽ നിരൂപണം നടത്തുന്ന ഒരാളാണല്ലോ. അതിനകത്ത് സുരാജ് വെഞ്ഞാറമൂടിനെ സിറാജ് വെഞ്ഞാറമൂടെന്നാണ് അങ്ങേര് പറയുന്നത്. അതായത് അദ്ദേഹമാണല്ലോ. കാരണം അദ്ദേഹം പറയുന്നത് ഈ തിരുവനന്തപുരത്തുകാരെ കുറിച്ച് പരാമർശിച്ചല്ലോ. ഈ പറയുന്ന സംഭവം തിരുവനന്തപുരത്തുകാർ മാത്രമാണ് മാമ എന്ന്, കംസന മാമ അല്ല സോറി അമ്മാവനെ മാമ എന്ന് വിളിക്കുന്നത് തിരുവനന്തപുരത്തുകാരാണ്. അതേ സിറാജ് വെഞ്ഞാറമൂടിന്റെ ആൾക്കാർ മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാരാണ് ഈ സിറാജ് വെഞ്ഞാറമൂട്? സിറാജ് പത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഈ സിറാജ് അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കും. അദ്ദേഹം ചുമ്മാ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ നമ്മുടെ ലിറിസിസ്റ്റിന്റെ പേരെന്താണ്, നമ്മുടെ വിനായകിനോടുള്ള അദ്ദേഹത്തിന് ഞാൻ ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരുപാട് നല്ല ഗാനങ്ങൾ എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് മനോഹര ഗാനങ്ങൾ, ഗപ്പി, അതുപോലെ ഞാൻ ജാക്സൺ അല്ലടാ, അതുപോലെ പർദീസ, അങ്ങനെയുള്ള ഗാനങ്ങളിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു നിസ്സാര മനുഷ്യനല്ല. ഫിലിം ക്രിറ്റിക്സും ഒക്കെ സൈമ അവാർഡ്സ് ഒക്കെ മേടിച്ചിരിക്കുന്ന ലിറിസിസ്റ്റ് ആണ് വിനായക് ശശികുമാർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തോടുള്ള പേഴ്സണൽ വെൻഡറ്റ് തന്നെയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ? ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിലെ പാട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അദ്ദേഹം കുറ്റം പറയുന്നത് ഹേബനാനയാണ്. ഹേബനാനെ ഒരു പൂത്തരാമോ എന്നുള്ള പാട്ട് എഴുതിയത് ആരാണ്? വിനായക് ശശികുമാർ. അതെ, എന്താണ് ഹേബനാനെ ഒരു പൂത്തരാമോ എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മള് പണ്ട് ലജ്ജാവതി എന്റെ കള്ളക്കടക്കണ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ജാസി ഗിഫ്റ്റ് പാടി. അതിന് ഗിരീഷ് പുത്തഞ്ചേരിയേക്കാൾ കൂടുതൽ തെറി കേട്ടത് ജാസി ഗിഫ്റ്റ് ആയിരുന്നു. അതെ, പാടിയത് അദ്ദേഹത്തിന്റെ ഒരു റോയൽ എൻട്രി ആയിരുന്നത്. പിന്നീട് കേരളക്കരെ ആകെ മുഴുവനും ഇളക്കി മറിച്ച കോളേജുകളിൽ എനിക്കൊന്ന് വർഷങ്ങളോളം തെമ്മാടിക്കാറ്റേയും ഈ പിന്നെ നമ്മുടെ ലജ്ജാവതിയെ കള്ളക്കടക്കണൽ എന്നുള്ള പാട്ടുകളൊക്കെ അതിനകത്ത് കുറെ അധികം അന്നും ഇതുപോലത്തെ മ്യാമന്മാര്, അതായത് ഈ പ്രായമുള്ള രചയിതാക്കൾ വന്നിരുന്നിട്ടും കൊണ്ട് ചാനൽ ചർച്ചയൊന്നുമില്ല, തന്തവൈബ് ചാനൽ ചർച്ച ഇല്ലാത്തതിന് പറയുമ്പോൾ എന്തൊരു വൃത്തികൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു 2 ആഴ്ച മാക്സിമം, അല്ലെങ്കിൽ ഒരു 3 ആഴ്ച എന്ന് പറഞ്ഞ വർഷം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആ പടം ഇറങ്ങിയിട്ട് തന്നെ 10-15 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ അറിയാവുന്ന തുള്ളാൻ തീർച്ചയായിട്ടും. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണിൽ താഴമ്പൂവോ താമരക്കാടോ തേനോ തേന്നിലോ, എന്താണ് ഇതിനകത്ത് മോശം? എനിക്കറിയില്ല, എനിക്കതിലൊന്നും മോശമായിട്ടല്ല. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷയില്ലാതെ എഴുതി അതിന് കുറച്ച് ഇന്നർ മീനിങ്സിനേക്കാൾ ആദ്യമായിട്ട് മലയാളത്തിലെ മൃദുല ഗാനത്തിൽ ഒരു റോപ്പ് അല്ലെങ്കിൽ ഒരു റോക്ക് സംഗീതം അല്ലെങ്കിൽ പോപ്പ് സംഗീതം കൊണ്ട് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്പീഡ് മ്യൂസിക് ആഡ് ചെയ്തിറക്കിയ ഒരു ഡിസ്കവറി ആയിരുന്നു അത്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണിൽ സ്ലോ മെലഡിയിൽ പാടുമ്പോൾ ശരിക്കും അത് പച്ച മലയാളം കവിതാത്മകമായ വരികളാണ്. മറിച്ച് അതൊരു സ്പീഡ് മ്യൂസിക് കൊടുത്ത് അതിനെക്കുറിച്ച് പാടി അത് റോക്ക് മ്യൂസിക് ആക്കി മാറ്റിയപ്പോൾ അത് ഡാൻസ് വൈബായി. അതെ, അതൊരു വിപ്ലവമാണ്. പിന്നെ ആ സിനിമയിൽ അങ്ങനത്തെ ഒരു സീൻ അത് നീഡഡ് ആയതുകൊണ്ടാണ് അവർ അങ്ങനത്തെ പാട്ട് എഴുതുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറയ്ക്ക് ഇഷ്ടപ്പെട്ട ശില്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ന്യൂ ജനറേഷൻ പാട്ട് ഏതാ?
ഓർമ്മയിൽ വരുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവേശത്തിലെ പാട്ടുകളൊക്കെ. ആവേശത്തിലെ പാട്ടല്ലേ? എന്റെ പ്രായത്തിൽ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ എനിക്കന്ന് ഇഷ്ടമുണ്ടായിരുന്നു മിന്നും പളുങ്കുകൾ. അതേതാ, നമ്മുടെ മമ്മൂക്കയുടെ ജോണി വാക്കർ എന്ന പാട്ട്. ആ ഞങ്ങളുടെയൊക്കെ കലപ്പന്റെ രപ്പാടി പക്ഷിക്കൂട്ടം, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഓരോ കാലഘട്ടത്തിലും ആ ജനറേഷന് വേണ്ടി പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതെ, പിന്നീട് അത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയായി മാറും. അതുപോലെ ഈ നമ്മുടെ ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ കൃഷ്ണ കൃഷ്ണ രാധാകാമുക, ആ പാട്ടുള്ളത് കൊണ്ടാണ് ആ സിനിമ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത്. കാരണം അത്രയും വൈബുള്ള ഒരു പാട്ടാണ്. ഈ മനുഷ്യനറിയോ ആ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് പോർഷൻ ആണ് ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റും ആ പാട്ടും. അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് പാടി കഴിഞ്ഞാൽ നമ്മൾ പാടി അഭിനയിച്ച നമ്മുടെ അജു വർഗീസും. സത്യത്തിൽ അജു വർഗീസിന് വേറെ റോളൊന്നും അതിനകത്തില്ല. ഒരൊറ്റ സീനിൽ അന്ന് അങ്ങനെ മുഴുവൻ ആ സിനിമ നിറഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റൈലും ഹെയർ സ്റ്റൈലും ആ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് പിന്നെ യോജിച്ചിട്ടുള്ള, അതിനകത്ത് എന്ത് അശ്ലീലമാണ് പറഞ്ഞത് ഇയാൾ ഇത്ര നിരൂപിക്കാനായിട്ട്? അതിനകത്ത് എന്ത് കഥകൾ തന്നെയാണ് പറഞ്ഞത്. അത് കുറച്ച് മോഡേൺ ലാംഗ്വേജില്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കൃഷ്ണ 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 രാധാ കാമുക, എന്നിട്ട് ഭക്തൻ ഭക്തൻ, അങ്ങനെ ആ ഒരു ഇതിൽ വരുമ്പോൾ അതിൽ എല്ലാ ജനറേഷനും ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ആ ലിറിസിസ്റ്റിന്റെ കഴിവല്ലേ, അതിലെ മ്യൂസീഷ്യന്റെ കഴിവാണ്. അതിൽ ഇയാൾ എന്താണ് ഇത്ര നിരൂപണം കാണാൻ? അതിനകത്ത് എന്ത് അശ്ലീലമാണ്? ഇതിലും അശ്ലീലമായിട്ടുള്ള പാട്ടുകളൊക്കെ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ. രതിപുഷ്പം ചൂകുന്ന യാമം, അതായത് ഞാൻ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. മാറിടം, അതൊക്കെ പറഞ്ഞ് എന്തോ അങ്ങനെയാണെങ്കിൽ പഴയ പാട്ടുകൾ ഞാൻ പറയുന്നത്. ഈ പാട്ടുകളെ മാറ്റി നിർത്തുമ്പോൾ കുറച്ച് പഴയ പാട്ടുകളെ കുറിച്ച് സംസാരിക്കാം. പഴയ പാട്ടുകളിൽ ഡബിൾ മീനിങ്ങിന്റെ ഒരു കൂമ്പാരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടി. ഇപ്പോഴത്തെ അങ്ങനെ ഡബിൾ മീനിങ് ഒന്നും ഇല്ല. അതിനകത്ത് നമ്മുടെ എന്താണ്, നമ്മുടെ ഒരു സിനിമ ഏതെനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ അരവിന്ദ് സ്വാമിയുടെ ഒരു സിനിമയില്ലേ, അതിനകത്ത് ഏത് പാട്ടാണ്? അരവിന്ദ് സ്വാമിയിലേക്കകത്ത് ശ്രീദേവിയും കൂടെ അഭിനയിച്ച സിനിമയ്ക്കകത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ, ശിശിരകാല മേഘമിഥുന രതിപരാഗമോ അതോ എന്ന് പറഞ്ഞിട്ട്. ആ പാട്ടിലൊക്കെ എന്ത് നമ്മൾ ഓടിക്കളയും അതൊക്കെ കേട്ട്, സത്യത്തിൽ പാരന്റ്സുമായിട്ടിരുന്ന് കേട്ട് കഴിയുമ്പോഴത്തെ. അതുപോലെ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ, അതാണ് ഏറ്റവും ടോപ്പ് പാട്ട്. ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതിന്റെ ലിറിക്സ് ഇങ്ങനെയാണ്: പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടുന്നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം. അതിനകത്ത് കുറച്ച്, അത് എനിക്കിവിടെ പാടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മനോഹരങ്ങളായിട്ടാണ് അതിനകത്ത് ആ സീനും പാട്ടും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ ഇദ്ദേഹം എന്താ പറയുക? അതിനകത്ത് ഇദ്ദേഹത്തിന് രൂപണമൊന്നും പറയാനില്ലേ? അതൊക്കെ സാഹിത്യപരമായ ഇതൊക്കെ സ്ത്രീകളെ, സത്യത്തിൽ നമ്മളിപ്പോ ഒരു WCC-യിലാണെങ്കിൽ നമ്മൾ പറയും ഇതൊക്കെ സ്ത്രീകളുടെ ബോഡി ഷേമിങ്, പക്കാ ബോഡി ഷേമിങ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ലൈംഗികതയാണ്, നല്ല ലൈംഗിക ചുവയുള്ള പാട്ടുകളാണ് ഇതല്ല. പിന്നെ പഴയ പ്രേംനസീറിന്റെ പടങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ വീരൽ തൊട്ടാൽ വിരിയുന്ന കുറുകുന്ന നിന്നെ തൊട്ടോട്ടെ നിന്നെ കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ്, തൊട്ടോട്ടെ എന്ന് എന്താ അർത്ഥം? ശില്പ പറയൂ, എന്താണ് അർത്ഥം? പറയാൻ നാണം വരുന്നുണ്ടല്ലേ, എങ്ങനെ പറയാനിരിക്കും? അപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകൾക്കൊന്നും അങ്ങനെ നിരൂപിക്കണ്ട. ഒരു ഉപദ്രവവും ഇല്ലാത്ത കൃഷ്ണ 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 രാധാമാധവ ഈ പാട്ട്. അപ്പൊ അത് എനിക്കൊന്നു ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ഈ ചെറുപ്പക്കാരനായിട്ടുള്ള വിനായക് ശശികുമാറിനെതിരെ മാത്രം എഴുത അമ്പാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങേർക്ക് തന്തവയ്പ് തലയ്ക്ക് പിടിച്ചിട്ട് എന്തോ പ്രശ്നമായതാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ ഒരു കുറ്റം പറയണം പറയുമ്പോ, പക്ഷെ നല്ല ശരിക്ക് തിരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ. അല്ല, ആരെങ്കിലും കേട്ടിരിക്കും. ഇനി അദ്ദേഹത്തിന്റെ പ്രായമുള്ള ബാക്കി കുറച്ച് വിവരമുള്ളവർ ഇത് കേട്ടിരിക്കുന്നു. പിന്നല്ല, അദ്ദേഹത്തിന്റെ ആ സമകാലികരായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇത് കേട്ടിട്ട്. അപ്പൊ അവര് ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പേഴ്സണലി പ്രൈവറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മനുഷ്യൻ എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇവിടെ പോയി ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കാനെന്ന് ചിലപ്പോൾ നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് കാലത്തിന് അതീതമാണ്. അതിൽ സ്ലോ മെലഡീസ് ഉണ്ടാവാം, ഇംഗ്ലീഷ് പാട്ട്. ഇപ്പം എനിക്കൊന്ന് ഈ ലജ്ജാവിദ്ര പാട്ട്, അതായത് അത് തന്നെ, അതിനകത്ത് ഈ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. അതിനകത്ത് മിക്കതിലും ഇംഗ്ലീഷ് ലിറിക്സ് കേട്ടിട്ടുണ്ട്. അതായിരുന്നു ആ പാട്ടിന്റെ എല്ലാം സിനിമയും പാട്ടും വമ്പൻ ഹിറ്റായിരുന്നു. ആ പാട്ടിന്റെ ഒരു വിപ്ലവമായിരുന്നു. അതായത് മലയാള സിനിമയ്ക്കകത്ത് ചേഞ്ച് വന്നത്. എല്ലാ കാലങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള വിപ്ലവങ്ങൾ, ഡിസ്കവറീസ് ലിറിസിസ്റ്റുകൾ കൊണ്ടുവരാറുണ്ട്, മ്യൂസിക്കിൽ കൊണ്ടുവരാറുണ്ട്. ഇന്നത്തെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആകെക്കൂടെ മൊത്തം ബഹളമാണ്. കാരണം ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്ന അതാണ്. അതെ, മനസ്സിലായോ? ഇന്നും എന്താ പറയാ, സ്ലോ മെലഡീസ് ഉണ്ട്, നമ്മളിനി എത്ര പിന്നെ പുരോഗമനം പ്രസംഗിച്ചാലും ന്യൂ ജനറേഷൻ യൗവന ജനറേഷൻ അതിന് പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് എന്റർടൈൻമെന്റ് ഫീൽഡ് നിലനിൽക്കുന്നത്. നമ്മുടെ ജനറേഷൻ ഇപ്പൊ ഞാനിപ്പോ 30 കഴിഞ്ഞു അല്ലെങ്കിൽ 35ലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞാലും അടുത്ത 20 തൊട്ട് 30 വരെയുള്ള അല്ലെങ്കിൽ 15 തൊട്ട് 30 വരെയുള്ള ആൾക്കാരെയാണ് സിനിമ ലക്ഷ്യമിടുന്നത് എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മേഖല. കാരണം സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ് കൂടെയാണ്. പുണ്യത്തിന് വേണ്ടിയിട്ടല്ല സിനിമ ഇറക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇറക്കുന്ന അവാർഡ് സിനിമകളൊക്കെ ഉണ്ട്. അത് ഓക്കെ, ഫൈൻ, ആയിക്കോട്ടെ. അത് അവർക്ക് പുണ്യത്തിന് വേണ്ടി, തലയ്ക്ക് വേണ്ടി ഇറക്കുന്നതായിരിക്കാം.
പക്ഷേ മറ്റ് സിനിമകളെ സംബന്ധിച്ചിടത്തോളം അത് പ്യൂർലി അത് എന്റർടൈൻമെന്റ് ആണ്, പ്യൂർലി ബിസിനസ് ആണ്. ഈ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ടെക്നീഷ്യന്മാരും ലിറിസിസ്റ്റ്, ലൈറ്റ് ബോയ് തൊട്ട് സംവിധായകൻ, നടന്മാര്, നടിമാര്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഡാൻസേഴ്സ് അങ്ങനെ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്ന ഒരു മേഖല. അവർക്കൊക്കെ പ്രതിഫലം കൊടുക്കണ്ടേ? അങ്ങനെ പ്രതിഫലം കൊടുക്കണമെന്നും ഇതുപോലുള്ള കാര്യങ്ങൾ സെല്ലിംഗ് പോയിന്റ്സ് ആ സിനിമയിൽ വേണം. തീർച്ചയായിട്ടും ശില്പ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഒരു പാട്ട്, ഒരു സിനിമ ഇറങ്ങുന്നതിന് ആദ്യം ഇറക്കുന്ന എന്തോ പാട്ടാണ്. ആ പാട്ട് നമ്മൾ എത്രയോ സിനിമകളുണ്ട് പാട്ട് കണ്ടിട്ട് പോയി കാണുമെന്ന് ആഗ്രഹിച്ച പടം. ചിലപ്പോൾ സിനിമ വെറും കൂതറായിരിക്കും, പക്ഷെ പാട്ടുകൾ ഗംഭീരമായിരിക്കും. 5-6 പാട്ടുകളുള്ള സിനിമകൾ വരെ പാട്ട് മാത്രം ഹിറ്റായ സിനിമകളുണ്ട്. എനിക്കൊന്ന് പണ്ടത്തെ പ്രേം പൂജാരി, ആ പ്രേം പൂജാരി എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പടമാണ്. മഴവില്ല, അതും എനിക്ക് പേഴ്സണലി, പക്ഷെ അതൊന്നും വന്ന് സിനിമ തിയേറ്ററിൽ അത്ര വിജയമായിരുന്നില്ല. ബട്ട് ദ സോങ് വാസ് എന്താ പറയുന്നത്, ഫെന്റാബുലസ്, മെലങ്കളിയോ മെലോഡിയസോ അങ്ങനെ പറയാം, അത്ര അടിപൊളി പാട്ടുകളാണ്. അത് നമ്മൾ ഇന്നും പ്രണയിക്കാൻ, എത്ര പ്രായത്തിലും പ്രണയിക്കാൻ തോന്നുന്ന പാട്ടുകളാണ് പ്രേം പൂജാരിയിലെയും ഈ പറയുന്ന മഴവില്ലിലെയൊക്കെ പാട്ടുകൾ. പിന്നെ അങ്ങനെ 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 ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ പാട്ടുകൾ എന്നും ഹൃദയംഗമമാണ്. അത് എന്നും ഹൃദയത്തിൽ നമ്മൾ ചേർത്ത് വെക്കുന്നത്. എന്ത് വിഷമമായാലും സങ്കടമായാലും പാട്ട് കേട്ട് ഭൂരിഭാഗം ആൾക്കാർ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പാട്ട് കേട്ട് ആസ്വദിച്ച് ആ വിഷമമൊക്കെ ഒരു മിനിറ്റ്. പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒരുപോലെ ആസ്വദിക്കും. നമ്മുടെ മൂഡ് അനുസരിച്ച്, വൈബ് അനുസരിച്ച് നമ്മൾ മെലഡി കേൾക്കാം, ചിലപ്പോൾ ഫാസ്റ്റ് നമ്പർ കേൾക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. അതിനെ ഇത്രയൊക്കെ വിമർശിക്കണ്ടേ? അല്ലെങ്കിൽ ഇച്ചിരി മാന്യമായ ഭാഷ. മ്യൂസിക്കും ട്രാൻസും വരെ കേരളത്തിൽ ട്രെൻഡാണ്. അപ്പൊ അങ്ങനെ എത്ര ആൾക്കാരാണ് ഇന്ന് മ്യൂസിക് കോൺസേർട്ടിന് പോകുന്നത് ഇവിടെ നമ്മുടെ പാട്ടുകളൊക്കെ കേട്ട് ടിപി കൊറിയൻ സംഗീതം ഇഷ്ടപ്പെടുന്ന ഈ ജനതയ്ക്ക് മുമ്പിൽ മലയാള സിനിമ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്രയെങ്കിലൊക്കെ ചെയ്യണ്ടേ? ഇത്രയൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ. അതും നമ്മുടെ രചന നോക്കുമ്പോൾ വളരെ മനോഹരമാണ്. അപ്പൊ അതിനെ ഒന്ന് അംഗീകരിക്കുന്നതിന് പകരം നിരൂപകനാന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസം പറയാതിരിക്കുക. അല്ലെങ്കിൽ വിമർശിക്കുവാണെങ്കിൽ വൃത്തിയായി വിമർശിക്കുക. അല്ലാതെ അവിടെ ഇവിടെയും തൊടാതെ ആരോടെങ്കിലും ഒക്കെ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവനവന്റെ പ്രായമായെന്ന് കരുതി വിവരമുള്ളവനാണോ എന്ന് അർത്ഥമില്ല. അപ്പോഴും അറിയാതെ വിവരക്കേടുകൾ പുറത്തു വരാം. വിവരക്കേടുകൾ പറയാതിരിക്കുക.